നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ IPS നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെ ഹിന്ദു പാർലമെന്റ് നേതാവ് രാഹുൽ ഈശ്വർ രംഗത്ത്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നാണ് ശ്രീലേഖയുടെ പ്രസ്താവന. ഈ പ്രസ്താവന മതസൗഹാർദ്ദം തകർക്കാനേ ഉപയോഗിക്കൂ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. 10 വോട്ടിന് വേണ്ടി നാടിന്റെ ഐക്യം ബലികഴിക്കരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ശാസ്തമംഗലത്ത് നടന്ന ബ്രഞ്ച് വിത്ത് ശ്രീലേഖ എന്ന പരിപാടിയിലായിരുന്നു മുൻ DGP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുമ്പോൾ പോലും സർക്കാർ കണ്ണടയ്ക്കുകയാണ് എന്നും അതുകൊണ്ടാണ് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാത്തതെന്നും ശ്രീലേഖ ആരോപിച്ചു. ഒരു പോലീസ് ഓഫീസറായ തനിക്ക് പോലും ദുരനുഭവം ഉണ്ടായപ്പോൾ DGP പോലും കൂടെ നിന്നില്ല എന്നും രാഷ്ട്രീയ അനുമതി ഇല്ലാതെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരു മന്ത്രിയുടെ ഭാര്യയെ സ്വന്തം വീട്ടിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പോലും സർക്കാർ നടപടിയെടുത്തില്ല എന്നും ശ്രീലേഖ തുറന്നടിച്ചു. ശ്രീലേഖയുടെ ആരോപണങ്ങളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വ്യാജ പ്രചാരണം എന്നാണ് രാഹുൽ ഈശ്വർ വിശേഷിപ്പിച്ചത്. ലവ് ജിഹാദ് എന്ന വാദം സുപ്രീം കോടതിയും NIA-യും തള്ളിക്കളഞ്ഞതാണ്. കേരളത്തിന്റെ കിരൺ ബേദി എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരാൾ ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്ന് മുൻപ് BJP നേതാവായിരുന്ന E. ശ്രീധരൻ തന്നെ ഉപദേശിച്ചിട്ടുള്ള കാര്യം രാഹുൽ ഓർമ്മിപ്പിച്ചു. ഹിന്ദു സമൂഹത്തിനിടയിലെ ആത്മഹത്യ, മദ്യപാനം, കുടുംബ തകർച്ച, ജനസംഖ്യാ തളർച്ച തുടങ്ങിയ ഗൗരവകരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം മുസ്ലിം സഹോദരങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയല്ല എന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നാണ് വട്ടിയൂർക്കാവ് BJP സ്ഥാനാർത്ഥിയായും മുൻ DGP-യുമായിട്ടുള്ള ആർ ശ്രീലേഖ പറഞ്ഞത്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഇല്ലാത്തത്. പോലീസ് ഓഫീസറായി തനിക്ക് ദുരനുഭവം ഉണ്ടായപ്പോഴും സഹായിച്ചില്ല. അന്ന് DGP പോലും കൂടെ നിന്നില്ല. രാഷ്ട്രീയ അനുമതി ഉണ്ടെങ്കിലേ DGPക്ക് തന്റെ കൂടെ നിൽക്കാനാകൂ. അടുത്തിടെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ദുരനുഭവം ഉണ്ടായി. സ്വന്തം വീട്ടിൽ പിടികൂടി. പോലീസിന്റെ പരാതി സെല്ലിൽ നേരിട്ട് വിളിച്ചിട്ട് പോലും സർക്കാർ എന്ത് നടപടിയെടുത്തു? ഇതാണ് കേരളത്തിന്റെ അവസ്ഥയെന്നും ശ്രീലേഖ ചൂണ്ടിക്കാട്ടി. കേരളത്തിലൊരു രാഷ്ട്രീയക്കാരൻ അധികാര കേന്ദ്രമായിരുന്നപ്പോൾ സർവീസിലിരിക്കെ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ആ ശ്രീലേഖ നേരത്തെ പറഞ്ഞിരുന്നു. ആ നേതാവ് എല്ലാവരോടും ഇതുപോലെയാണ് പെരുമാറുന്നതെന്നും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ശ്രീലേഖ പറയുന്നു. നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാതെയാണ് അവർ സംസാരിച്ചത്. സർവീസിലിരിക്കെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരിൽ നിന്നും തനിക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ശ്രീലേഖ പറയുന്നു. ഒരു മുതിർന്ന ഓഫീസർ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. കൈ തട്ടിമാറ്റിയ അദ്ദേഹത്തിന്റെ കാലിൽ നമസ്കരിച്ച് ഗുരുനാഥന്റെ സ്ഥാനത്താണ് കാണുന്നതെന്നും പറഞ്ഞു. SP ആയിരുന്നപ്പോൾ ഒരു DYSP-യുടെ ഭാഗത്ത് നിന്നും ഇത്തരം ശല്യമുണ്ടായി. ആ ഓഫീസറുടെ ഫോണ് ബ്ലോക്ക് ചെയ്ത ശേഷം സ്ഥലം മാറ്റിയാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ശ്രീലേഖ വെളിപ്പെടുത്തി.